ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി കുറച്ച് ദിവസം കൊണ്ടുള്ളല്ലേ, പോട്ടെ ഒരു 2 ദിവസം ഉള്ളല്ലേ നമ്മുടെ SSLC മെയിൻ എക്സാമും. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഇനിയിപ്പോൾ സോഷ്യൽ സയൻസ് കുറച്ചേ ആയുള്ളൂ, ഇനിയിപ്പോൾ മാത്സ് പഠിക്കണോ അതോ സോഷ്യൽ സയൻസ് പഠിക്കണോ ഹിന്ദി പഠിക്കണോ, ഇനിയിപ്പോൾ എന്നാ ബ്രോ പഠിക്കണ്ടേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഞാനൊരു കാര്യം പറയാം ഗൈസ്, അപ്പോൾ ഇനിയുള്ള ദിവസം നിങ്ങൾ മാക്സിമം മലയാളം തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ചു, മലയാളം നമുക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് കുറച്ച് പഠിച്ച് അങ്ങ് പോകുമെന്ന് വിചാരിക്കാം. അങ്ങനെ കേസ് ഫസ്റ്റത്തെ പരീക്ഷ മലയാളം അത്യാവശ്യം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാണ്ട് മൊത്തം അങ്ങ് എഴുതാൻ പറ്റില്ല, കുറച്ച് എഴുതാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം ബാക്കി സബ്ജക്റ്റൊക്കെ പഠിച്ച് ആ സമയം കൊണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, ഫുൾ A+ പോയില്ലേ, ആദ്യത്തെ ഫസ്റ്റ് പരീക്ഷ പോയില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഫുൾ A+ ഒന്നും കിട്ടൂലല്ലോ, ഇനിയിപ്പോൾ എന്താ അങ്ങനെ എന്നെ കൊണ്ടൊന്നും പറ്റൂല, അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു ദിവസം നിങ്ങൾ ഇനി മലയാളം മാത്രം പഠിക്കുക. ഈ ഒരു ദിവസമല്ല, ഇനി വരുന്ന ദിവസം, ഇനിയുള്ള 2 ദിവസം മലയാളം പഠിക്കാം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ചയും കൂടെ നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ചോ. അതിനുശേഷം ഇനി നിങ്ങൾ മലയാളം ഫസ്റ്റ് തന്നെ പഠിക്കണം. ഫസ്റ്റ് പരീക്ഷ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് എല്ലാ പരീക്ഷയും സെറ്റാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ പാസ്റ്റിനെ കുറിച്ചെല്ലാം മറന്നേക്കാം. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ടായിരിക്കും, ബ്രോ കഴിഞ്ഞ മോഡലിനൊന്നും എനിക്ക് ഒരേ A+ പോലും ഇല്ല, പക്ഷേ ഇനി മെയിൻ എക്സാമിന് കിട്ടുമോ. കേസ് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ പരീക്ഷ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളെ അറിഞ്ഞൂടാ, നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്നും അറിഞ്ഞൂടാ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ എത്ര എഫേർട്ട് ഇടുന്നു, അതിന് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇനി A+ കിട്ടുമോ എന്ന് അടക്കുന്നതിനെക്കാട്ടും നല്ല ടേക്ക് ആക്ഷൻ. ഇനിയുള്ള ദിവസം മലയാളം വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു SSLC പരീക്ഷയുടെ ശരിക്കുള്ള ഒരു ഉപയോഗം എന്താണെന്ന് അറിയുമോ, നിങ്ങൾ ബ്രെയിൻ വെച്ച് കളിക്കുന്ന ശരിക്കും അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം പോലെയാണിത് SSLC. ശരി പറയുകയാണ് കേസ്, ഇതിനെന്താന്ന് നോക്കണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് എങ്ങനെ ശരിക്കും ചെയ്യേണ്ടതെന്നൊക്കെ ഈ പരീക്ഷ നമ്മളെ കൊണ്ട് പഠിപ്പിക്കും. ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം. ശരിക്കും കേസ്, ഇത് ബ്രെയിൻ വെച്ച് കളിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ എന്തായാലും പോവും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇനി പോയി മലയാളമൊക്കെ പഠിച്ച് വെക്കുക. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സോഷ്യലൊക്കെ പഠിക്കുക, ബാക്കി ഫുള്ള് സെറ്റാക്കാം. ഇത് വലിയ കാര്യമായിട്ടുള്ള സംഭവം നല്ലതാണ്. നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തിൽ SSLC പരീക്ഷ എഴുതുന്നത്. നിങ്ങൾക്ക് മുമ്പ് കുറേ ബാച്ച് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം അത് കഴിഞ്ഞിട്ടുള്ള വർഷം എല്ലാം ഇനി കുറേ പിള്ളേർ വന്ന് എഴുതാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫുൾ A+ മാത്രമല്ല നിങ്ങളുടെ ജീവിതം. ഇപ്പം നിങ്ങളൊരു ഫുൾ A+ നിങ്ങളെ വീട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. മാക്സിമം എഫോർട്ട് ഇടുക അതിനു വേണ്ടി. ഒന്നുകൂടെ പറയുന്നു, മാക്സിമം എഫോർട്ട് ഇടുക. ശരിക്കും ഒരു ചേട്ടൻ എന്ന നിലയിൽ ഞാൻ എന്നും കൂടെ ഉണ്ടാവും. അപ്പം അത്ര ഉള്ളടാ, പൊളിക്കങ്ങട്.